നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്ന ഒരു പ്രോഗ്രാമാണിത്. വാഹനത്തെപ്പറ്റി മാത്രമല്ല, വാഹനത്തിൻ്റെ നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ സർവീസിൻ്റെ എക്സ്പീരിയൻസ്, അങ്ങനെ എന്ത് കാര്യങ്ങളും തുറന്ന് പറയാനുള്ളൊരു വേദിയാണ് റാപ്പിഡ് ഫെയർ. എന്ത് കാര്യങ്ങളും പറയാം. വാഹനത്തിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളും, സർവീസിൻ്റെ ദോഷങ്ങൾ ഗുണങ്ങൾ, അങ്ങനെ എന്ത് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സാമാന്യ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് ടൂർ മാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അതായത് ഇതൊരു ടൂർ കമ്പനിയാണ്. അടുത്ത കാലത്ത് പുതുതായി വന്ന കമ്പനിയാണെങ്കിൽ പോലും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള, ഈ ഒരു രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവരാണ് ഈ ഒരു കമ്പനിയുടെ പിന്നിലുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും തുടക്കത്തിൽ ടൂർ മാക്സ് നമുക്ക് ഓഫർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 5 ഡെസ്റ്റിനേഷനിലേക്ക് 55,555 രൂപയ്ക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് 4 രാത്രിയും 5 പകലും ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ്. അതിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തായ്ലൻഡുണ്ട്, മലേഷ്യയുണ്ട്, ശ്രീലങ്കയുണ്ട്, ആൻഡമാനുണ്ട്, കാശ്മീരുണ്ട്. ഈ 5 സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ 55,555 രൂപയ്ക്കാണ് നിങ്ങൾക്ക് പാക്കേജ് കിട്ടുന്നത്. എന്ന് തന്നെയല്ല, ആദ്യമൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് മറ്റൊരു സമ്മാനം കൂടിയുണ്ട്. അത് 3000 രൂപ വില വരുന്ന ഒരു ട്രോളി ബാഗ് സൗജന്യമായി കിട്ടുന്നു എന്നുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ നിങ്ങൾ മുടക്കുന്നത് 52,000 രൂപയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തായ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്രൂയിസിൽ ബാങ്കറ്റ് ഡിന്നർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോട്ടയത്തുമാണ് ടൂർ മാക്സിന് ഓഫീസുകളുള്ളത്. കൂടാതെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു വെച്ചാൽ കൃത്യമായിട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഈ പറഞ്ഞ 5 ഡെസ്റ്റിനേഷൻ കൂടാതെ നിരവധി ഡെസ്റ്റിനേഷനുകൾ ടൂർ മാക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് പോകാൻ പറ്റുന്ന അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാകും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബൈജു നായർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്കായിട്ട് ഒരു സൗജന്യ സമ്മാനം, വേറൊരു സൗജന്യ സമ്മാനം കൂടി ടൂർ മാക്സ് നൽകുന്നുണ്ട്. അതായത് നിങ്ങളൊരാൾക്ക്, ഈ പ്രേക്ഷകരിൽ ഒരാൾക്ക് തായ്ലൻഡിലേക്ക് സൗജന്യമായി യാത്ര ചെയ്ത് തിരിച്ചു വരാനുള്ള പാക്കേജാണ് തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. തായ്ലൻഡ് എന്നൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാൻ അർഹനാകുന്നു. പിന്നെ അങ്ങനെ അയക്കുന്നവരിൽ നിന്ന് നറുക്കിട്ട് ഒരാൾക്കാണ് ഇങ്ങനെ ഒരു പാക്കേജ് തരുന്നത്, അതായത് സൗജന്യമായിട്ട് തായ്ലൻഡിലേക്കുള്ള യാത്ര. പിന്നെ 55,555 രൂപയുടെ ഈ ഓഫർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15 വരെയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിളിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതുകൂടാതെ മറ്റൊരു പരിപാടി ഓടിക്കൊണ്ടിരിക്കുന്ന അറിയാലോ, അത് കമൻറ്റ് ഓഫ് ദ വീക്കാണ്. അതായത് നമ്മളുടെ പ്രോഗ്രാമുകൾ കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ ഒരാളെ തിരഞ്ഞെടുത്ത് അയാൾക്ക് 2,000 രൂപയുടെ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്ന പരിപാടിയാണിത്. അത് നമ്മോടൊപ്പം ചേർന്ന് അത് അവതരിപ്പിക്കുന്ന റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. അപ്പോൾ റോഷോ നമുക്ക് നൽകുന്ന 2,000 രൂപയുടെ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വീഡിയോകളും കാണുക, താഴെ നല്ല കമൻറ്റുകൾ ചെയ്യുക. നല്ലതോ മോശമൊക്കെ ആകും കേട്ടോ. അതിന് തിരഞ്ഞെടുത്തൊരു കമൻറ്റിനാണ് നമ്മൾ ആഴ്ചയിലൊരിക്കൽ സമ്മാനം നൽകുന്നത്. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇനി അടുത്ത കാലത്ത് ഇന്ത്യൻ റോഡുകളിലെ ഏറ്റവും സക്സസ്ഫുൾ ആയൊരു വാഹനമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വാഹനത്തിൻ്റെ ഓണറിനോടൊപ്പമാണ് നിൽക്കുന്നത്. ഇത് കിയ സോണറ്റാണ്. കിയ സോണറ്റിൻ്റെ ഏറ്റവും ഗംഭീരമായ ട്രാൻസ്മിഷൻ 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്, അല്ലേ? അപ്പോൾ ഗുഡ് മോർണിംഗ്. പേര്? സുരേഷ്. എന്തെങ്കിലും സുരേഷ്? ഒരു മാരിടൈം അക്കാഡമിയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ഞാൻ റിസൈൻ ചെയ്തിട്ട് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്തു. സെറ്റപ്പ് ചെയ്തു സ്വന്തം? ഞാനല്ല, കോയമ്പത്തൂർ മാരിടൈം അക്കാഡമിയാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോയിൻ ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്തുകൊണ്ട്. മാരിടൈം അക്കാഡമി എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ബേസിക്സ് കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ബേസിക് STCW കോഴ്സസ് എന്ന് പറയും. അത് സെയിലറൊക്കെ ആകുന്നതാണോ? അത് ബേസിക്കലി ഒരു കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. ബേസിക്കലി ടു ഗോ ഓൺ ബോർഡ് അതൊരു മാൻഡേറ്ററി റിക്വയർമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു 14 ഡേയ്സിൻ്റെ കോഴ്സ്. അപ്പോൾ എന്ത് പഠിച്ചവർ അതോടെ? 10ാം ക്ലാസ് പഠിച്ചത്. ഷിപ്പിലൊക്കെ ജോലി ചെയ്യാവുന്ന, ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കോഴ്സ്. ശരി. ആ കോഴ്സിൻ്റെ പേരെന്നോടെ പറയാം. നമ്മൾ STCW കോഴ്സസ്. എത്ര കാലത്തെ കോഴ്സ്? 14 ഡേയ്സ്. 14 ഡേയ്സ് അത്രേ ഉള്ളൂ. ശരി. അത് കഴിഞ്ഞാൽ അവർക്ക് ഈ CDC എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് DG ഷിപ്പിംഗിലേക്ക് അപ്ലൈ ചെയ്യും. ശരി. ഞാൻ അതായിട്ട് കേൾക്കാട്ടോ. നിങ്ങൾ കുറേ പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാല്ല, എനിക്കുള്ള അറിയാത്തല്ലേ. അത് ശരി. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സുരേഷ് വാങ്ങിച്ചിരിക്കുന്ന വാഹനം ഇതാണ്. അപ്പം രണ്ടാമതൊരു ചിന്ത ഇല്ലാതെ വാങ്ങിച്ചാണോ ഇത്? കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ടിയാഗോ XZ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് അപ്ഗ്രേഡ് ചെയ്യണം തോന്നിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈവൻ മിസ്റ്റർ ബൈജിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെന്യൂവിലാണ് ഫസ്റ്റ് ചെയ്തത്. ഞാൻ എക്സ്റ്ററും വെന്യൂവും ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. വെന്യൂവിൽ SO എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ട്രൈ ചെയ്തത്. പക്ഷെ അത് വന്നില്ല വണ്ടി. ദെൻ ഒരു ഈവനിങ് ഇതുപോലെ ഇങ്ങനെ ഇഞ്ചിയോൺ കിയ ഡപ്പള്ളിയിൽ പോയിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. പെട്ടെന്ന് സോണറ്റിലേക്ക് ഇത് ചെയ്യാൻ സ്വിച്ച് ചെയ്യാൻ. പിന്നെ എനിക്ക് ട്രാൻസ്മിഷൻ ഒന്ന് മാറ്റുന്നുണ്ടായിരുന്നു. ആ AMTകളുടെ ഒരു ചെറിയ അങ്ങനെ DCT
AMD യിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്ന പോലെയാണല്ലേ ഈ ട്രാൻസ്മിഷൻ്റെ മാറ്റം? തീർച്ചയായിട്ടും അതാണ് ബേസിക്കലി ഞാൻ അതാ നോക്കിയത്. പിന്നെ എൻ്റെ ബഡ്ജറ്റ് ഒരു ബിറ്റ്വീൻ 10 and 15 lakhs ആയിരുന്നു. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് എത്രയായി ഓൺ റോഡ്? ഇത് എനിക്ക് അന്ന് മീൻസ് 7 months കഴിഞ്ഞപ്പോൾ എടുത്തപ്പോൾ 14.7. ഇഫ് മൈ മെമ്മറി സെർവ്സ് മീ റൈറ്റ്. അപ്പോൾ ഈ വെന്യൂ വിട്ടിട്ട് ഇതിലേക്ക് വന്നപ്പോൾ എന്താണ് പെട്ടെന്ന് ഇത് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം? വെന്യൂ ടു ബി ഓണസ്റ്റ് എനിക്ക് ലുക്ക് ആണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് അതിനേക്കാളും ഞാനും മോളും കൂടി പോയത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് അതുകൊണ്ടാണ് ഇത് ചെയ്തത്. പിന്നെ ടെസ്റ്റ് ഡ്രൈവിലും എനിക്ക് ഡിഫറൻസ് ഒന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്തില്ല. എക്സ്ട്രാ എനിക്ക് എന്തോ കുറച്ചുകൂടി ചെറുതായതുകൊണ്ട് തോന്നി. അപ്ഗ്രേഡേഷൻ കുറച്ചുകൂടി. അപ്പം എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ കാഴ്ചയിലുള്ള ഭംഗി തന്നെയാണ്? കാഴ്ചയുള്ള ഭംഗി, ദെൻ ഡ്രൈവബിലിറ്റി എനിക്ക് കാരണം അറിയാലോ അത് ഷിഫ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. വളരെ സ്മൂത്താണ്, അങ്ങനെ ഒഴുകി പോകുന്ന പോലത്തെ ഒരു ഫീലാണ് അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഇവരാണല്ലോ ഇന്ത്യ ഫീച്ചേഴ്സ് പഠിപ്പിച്ചത്. ഇപ്പോൾ വന്നേക്കുന്ന സോണറ്റിൽ അത്ര ഇല്ലെങ്കിലും ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും. എങ്കിലും എന്തെങ്കിലും ഒരു കുറവ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നു എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഞാൻ അത്രയധികം അങ്ങോട്ട് ബേസിക്കലി എന്താണ് ലൈക്ക് എനിക്കൊരു 360 ഇപ്പോഴത്തെ ഈ ഒരു 360-degree ക്യാമറ ഫോർവേഡ് സെൻസേഴ്സ് ഉണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടോ? വേറെ ഒന്നും അങ്ങനെ തോന്നിയിട്ട് പ്രശ്നമില്ല. മൈലേജ് എന്ത് കിട്ടുന്നുണ്ട് നോക്കിയിട്ടുണ്ടോ? മൈലേജ് ടു ബി ഓണസ്റ്റ് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. ബട്ട് എനിക്കൊരു തോന്നണത് ഒരു ബിറ്റ്വീൻ 12 and 15 എന്ന് വെച്ചാൽ സിറ്റി മേ ബി ലെസ് ദൻ 12 ആണോ? മറ്റത് ഒരു 15 വരെ അത്ര ഉറപ്പില്ല ബട്ട് ഏകദേശം. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ DCT ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങൾ നമ്മൾ ഭയങ്കര രസമാണ് ഓടിക്കാന്നുള്ളതുകൊണ്ട് ചവിട്ടി പിടിച്ച് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ മൈലേജ് കുറയും കുറച്ചുകൂടി കുറയുന്നുണ്ടാവും. ഇതിന് പാഡൽ ഷിഫ്റ്റേഴ്സും ഇല്ലേ? പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അത് ഉപയോഗിക്കാറുണ്ടോ? ഞാൻ ആദ്യം അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ബട്ട് എനിക്ക് അതിനോട് അത്ര ഒരു ഇത് തോന്നിയില്ല. ഞാൻ ആക്സിഡൻറ്റിൽ തന്നെ അല്ലാതെ തന്നെ ഓടിക്കുന്നതാണ് ഇഷ്ടം. പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാനുവലി ഓടിക്കുന്ന ഒരു സുഖം കൂടി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് അത്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ലോങ് ട്രിപ്പൊക്കെ പോയോ? ലോങ് ട്രിപ്പ് ഞാൻ അധികം പോയിട്ടില്ല. ഒരു 2 ലൈക്ക് ഒന്ന് കോഴിക്കോട് നിന്ന് പോയി, അത് റീസെൻ്റ്ലി ലാസ്റ്റ് വീക്ക്. പിന്നെ തിരുവനന്തപുരത്ത്. അപ്പോൾ ഈ നല്ല ലോങ് റോഡിലൊക്കെ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി എങ്ങനെയാണ്? സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ ഈ കൊറിയൻ ജാപ്പനീസ് വണ്ടികളെ പറ്റി ഒരു സ്റ്റെബിലിറ്റി പ്രശ്നമൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് തോന്നിയത് അല്ലേ? ടിയാഗോയുടെ കാര്യത്തിലോ? ടിയാഗോയും എനിക്ക് സ്റ്റെബിലിറ്റി വൈസ് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഈവൻ ബ്രേക്കൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി. എനിക്ക് അങ്ങനെയുള്ള ഇഷ്യൂസോ ആക്സിഡൻസോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ടാറ്റയുടെ സർവീസ് അങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി പല പരാതി കേൾക്കാം. സർവീസ് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ചെറിയ പ്രശ്നങ്ങൾ. അതൊരു അവരുടെ സർവീസിൻ്റെ മൊത്തമായിട്ടായിരിക്കില്ല, ചിലപ്പോൾ പെർട്ടിക്കുലർ സർവീസ് സെൻറ്റർ ആയിരിക്കാം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ സർവീസ് കൊടുത്തോ? ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് അമേസിങ്, ഒരു പ്രശ്നം എനിക്കുണ്ടായില്ല. അവരെടുത്തിട്ട് പോയി തിരിച്ചുകൊണ്ട് ആൻഡ് ഇനിയുള്ളത് ആഫ്റ്റർ 1 year ആണ്. അപ്പം ഈ ഓഗസ്റ്റിന് എനിക്ക് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വണ്ടികൾ ഏറ്റവും വലിയ ഗുണം. ഇപ്പോൾ മാരുതിയൊക്കെ വാങ്ങിച്ചാൽ ഇപ്പോഴും 5000 കിലോമീറ്റർ നമ്മൾ സർവീസിന് കൊണ്ടുപോകണം. പക്ഷേ ഇത്തരത്തിലുള്ള വണ്ടികൾ ഒരു കൊല്ലത്തിലും 15,000-ഒക്കെയാണ് സർവീസ് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലമാണല്ലോ, അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നോ? ഇല്ല. ഞാൻ മോളോട് ചോദിച്ചു, മോള് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവളോട് അച്ഛൻ ഇപ്പോൾ പോകണ്ട. ഞാൻ അവളുടെ കാരണം ഇപ്പോഴും അവൾ അന്നും പറഞ്ഞ കാരണം ലൈക്ക് ഇപ്പോഴും ബാറ്ററീസ് പ്രൂവ് ചെയ്ത് അങ്ങനെ ലൈക്ക് നമുക്കത് നമ്മളുടെ ഒരു ഡ്രൈവിംഗ് ഇത് വെച്ചിട്ട് നമുക്കത് കംഫർട്ടബിൾ ആവും. അങ്ങനെ 1-2 റീസണാണ് അവൾ പറഞ്ഞത്. അതെ. അപ്പോൾ ഇനിയിപ്പോൾ ദീർഘകാലം ഓടിക്കാൻ തന്നെയാണോ പരിപാടി? ഞാനിത് നെക്സ്റ്റ് അപ്ഗ്രേഡേഷൻ വരെ 4-5 വർഷമൊക്കെ ഓടും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഈ കിയയുടെ എന്ന കാര്യത്തിൽ ആരും ഒരു കുറ്റവും പറഞ്ഞ് കേട്ടിട്ടില്ല. സർവീസിൻ്റെ കാര്യത്തിലും അതെ, വാഹനത്തിൻ്റെ കാര്യത്തിലും ഒരു കുറ്റവും പറഞ്ഞില്ല. ഞാനിപ്പോൾ പലതവണ കിള്ളിക്കിളി ചോദിച്ചിട്ട് ഒരു കുറ്റവും പറഞ്ഞില്ല. കാരണം അതാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ഏറ്റവും വലിയ ഗുണം. ഇപ്പം ടാറ്റയുടെ കാര്യത്തിൽ ഒന്ന് ചോദിച്ചാൽ മതി, അപ്പോൾ തന്നെ ആൾക്കാർ പറയാം അത് സർവീസ് രക്ഷയില്ലായിരുന്നു, വണ്ടി കൊള്ളായിരുന്നു എന്നാണ് മിക്കവാറും എല്ലാവരും പറയുന്നൊരു അഭിപ്രായം. അത് ടാറ്റ എത്ര കാലം കഴിഞ്ഞാലും പഠിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണുള്ളത്. കിയൊക്കെ ഏറ്റവും പുതിയ കമ്പനിയായിട്ട് പോലും അവരുടെ സർവീസ് എല്ലാം വളരെ പക്കയാണ്. അപ്പോൾ എന്തായാലും DCT ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഓടിക്കാൻ പരമ രസികൻ സാധനമാണ്. പല
ചില പരാതികൾ കേൾക്കുന്നുണ്ട്, ഓവർ ഹീറ്റ് ആവുന്നു ചില സമയത്ത്. ഞാൻ ലൈക്ക് ഗൂഗിൾ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഇല്ല. നമ്മുടെ ഈ നാട്ടിൽ അത്രയ്ക്കൊന്നും ട്രാഫിക് ഇല്ല. ഇതൊക്കെ ഈ ബോംബെ പോലുള്ള സ്ഥലങ്ങളൊക്കെ അതുപോലെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ 1/4 മണിക്കൂറൊക്കെ ഇഴഞ്ഞ് നീങ്ങുമ്പോൾ വരുന്ന ഒരു പ്രശ്നം. അതൊന്നും നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നില്ല. അതൊന്നും വരാൻ പോകുന്നില്ല. കേരളത്തിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും അങ്ങനെ ആണെങ്കിൽ പോലും 5 മിനിറ്റ് ഒന്ന് സൈഡിൽ ഓഫ് ചെയ്തിട്ടാൽ വീണ്ടും അത് ഓക്കെ ആവും. അത് ഡ്യുവൽ ക്ലച്ചിന് പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് തുടർന്ന് ഓടിക്കട്ടെ എന്ന്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ സ്വന്തം ടാറ്റ മോട്ടോഴ്സിനെ ലോക വാഹന മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാഹന നിർമ്മാണ കമ്പനിയാക്കി മാറ്റിയ മോഡൽ എന്ന് പറയുന്നത് ടാറ്റ ഹാരിയറാണ്. ടാറ്റ ഹാരിയറിൻ്റെ ഉടമയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? രാഹുൽ. എന്ത് ചെയ്ത് രാഹുൽ? ഞാൻ IDFC ഫസ്റ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ശരി. IDFC ഫസ്റ്റ് ബാങ്ക്. അത് കുറച്ചു കാലം മുമ്പ് മാത്രം ഇവിടെ കണ്ടു തുടങ്ങിയ ഒരു ബാങ്ക് അല്ലേ? 2018 അവർ സ്റ്റാർട്ട് ചെയ്തത്. എറണാകുളത്താണ് ഫസ്റ്റ് ബ്രാഞ്ച്. ആണല്ലേ? നമുക്ക് കറന്റ് 12 ബ്രാഞ്ചസ് ഉണ്ട് അക്രോസ് കേരള. ശരി ശരി. അതെന്താണ്, പ്യുവർ ബാങ്കിങ് ആണോ? പ്യുവർ ബാങ്കിങ്. നേരത്തെ അവര് നാഷണൽ ഹൈവേ, എയർപോർട്ട്, സീ പോർട്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിരുന്നു. 15 ലൈസൻസ് കിട്ടി ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തു. ശരി. ബാങ്കിങ്. അപ്പോൾ അതിന്റെ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ കൊച്ചിയിൽ എറണാകുളത്ത്. അപ്പോൾ എന്തുകൊണ്ട് ഹാരിയർ? ഹാരിയർ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് നേരത്തെ ഞങ്ങൾക്ക് ഥാർ ഉണ്ടായിരുന്നു. ഥാറും പഴയ i20 2011 i20 ഉണ്ടായിരുന്നു. അത് രണ്ടും സെയിൽ ചെയ്തിട്ട് എൻ്റെ ബ്രദർ വെന്യൂ എടുത്തു. പിന്നെ വെന്യൂ കുറച്ചാൾ ഉപയോഗിച്ചു, അത് വിറ്റു. അപ്പോൾ ഞാൻ കുഷാക്ക് എടുത്തപ്പോൾ പിന്നെ നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു വണ്ടിയും കൂടി വേണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ആ ഐഡിയയിൽ ജസ്റ്റ് നമ്മൾ ആദ്യം ഓൺലൈനിൽ സെക്കൻഡ് ഹാൻഡ് കാസാണ് നോക്കിയത്, ഫ്രഷ് നോക്കാണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു വണ്ടി കണ്ടു, സെയിം റെഡ് ഡാർക്ക് എഡിഷൻ. അപ്പോൾ ചേട്ടൻ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ജസ്റ്റ് പോയി വണ്ടി കണ്ടു. അപ്പോൾ പ്രൈസ് അറിയാൻ വേണ്ടി ഷോറൂമിൽ വെച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഒരു ഫ്രഷ് പീസ് വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി എടുത്തു. അപ്പോൾ ഇപ്പോഴും കുഷാക്ക് കയ്യിലുണ്ട്? കുഷാക്ക് കയ്യിലുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. കുഷാക്ക് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കാറാണ്, ഇതൊരു ഇന്ത്യൻ ആണ്. പക്ഷേ രണ്ടിലും വ്യത്യാസമുണ്ട്. അത് കോമ്പാക്ട് ആണ്, കുറച്ചുകൂടി ചെറുതല്ല. ഇത് വലിയ വണ്ടി, ഹെവി വണ്ടിയാണ്. ഹെവി വണ്ടി ആകുമ്പോൾ അതിൻ്റെതായ കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹെവിയാണ്. സ്റ്റിയറിംഗ് ഇത് ഹൈഡ്രോളിക് അസിസ്റ്റഡാ, മറ്റേത് ഇലക്ട്രോണിക് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി ലൈറ്റ് ആണ് സ്റ്റിയറിംഗ്, ഇത് കുറച്ച് ഹെവിയാണ് സ്റ്റിയറിംഗ്. പക്ഷെ സസ്പെൻഷൻ രണ്ടും സെയിമാണ്. മറ്റേതിന് കുറച്ച് ഹാർഡും ഇതും ഹാർഡാണ്. അപ്പോൾ സ്മൂത്ത് റോഡ്സും ലോങ്ങും സുഖമാണ്. ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോട് പറയുന്നു, കഴിഞ്ഞ 3 ദിവസം ട്രാവലായിരുന്നു, കോഴിക്കോടും കണ്ണൂരൊക്കെ പോയി, ഇന്നലെ വൈക്കമൊക്കെ പോയി വന്നേ ഉള്ളൂ. അപ്പോൾ വണ്ടി സുഖമാണ്, കംഫർട്ടബിൾ ആണ്. പിന്നെ ഇപ്പോൾ അഡാസിൻ്റെ മറ്റേ ഫസ്റ്റ് 1.0 ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ട്. എങ്കിലും രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങുകയാണ്, ഈ 2 വണ്ടിയും കിടക്കുന്നു, 2ന്റെ കീ കയ്യിലുണ്ട്, ഏതെടുത്തോണ്ട് പോകും? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹാരിയർ എടുക്കും. ശരി, അതൊരു വലിയ എന്താണ് ബഹുമതിയാണുള്ള കാര്യം. പക്ഷേ കുഷാക്കിനോടും താല്പര്യമുണ്ട്. കുഷാക്ക് എന്ന് വെച്ചാൽ മാനൂവറബിലിറ്റി ഇൻ സിറ്റീസ് വെരി ഗുഡ്. ഇത് വലിയതായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഡ്രൈവിംഗ് കംഫർട്ടും ഒക്കെ ആണെങ്കിൽ ഞാൻ കുഷാക്ക് എടുത്ത് ആദ്യത്തെ ദിവസം എടുത്തപ്പോൾ തന്നെ എനിക്ക് വണ്ടി എൻ്റെ കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ള പോലെ, കാരണം നമുക്ക് വണ്ടി കുറേ നാളെ കയ്യിൽ നമുക്ക് അടയാളങ്ങളും അളവുകളും അറിയാം, എവിടെയാണ് കയറും, എങ്ങനെ പോകുന്നുള്ളത്. അതെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആ വണ്ടി എവിടെ പോയാലും എനിക്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇത് പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ ഒത്തിരി സമയമെടുക്കും. ഇത് ഓട്ടോമാറ്റിക്? ഇത് ഓട്ടോമാറ്റിക്. റെഡ് ഡാർക്ക് എഡിഷൻ ടോപ്പ് മോഡലാണ്. ഡാർക്ക് എഡിഷൻ ആണല്ലേ? എത്ര രൂപയാണ് ഇത് ഓൺ റോഡ്? ഇതിപ്പോൾ 27 അടുത്ത്. 27. കുഷാക്കിനോ? കുഷാക്ക് 17 അടുത്ത്. അത് മിഡ് വേരിയന്റ് ആണ്, 1 ലിറ്റർ എഞ്ചിനാണ്. അതും ഓട്ടോമാറ്റിക്. അപ്പോൾ ഇതെടുക്കുന്നതിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള ഇതേ സെഗ്മെന്റിലെ വണ്ടികൾ വേറെ നോക്കിയിരുന്നു? ഹെക്ടർ നോക്കിയിരുന്നു. ഹെക്ടർ നോക്കി, പിന്നെ XUV നോക്കി. ഹെക്ടർ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല, കാരണം ഒന്ന് CVT എഞ്ചിനാണ്, പിന്നെ ചെറിയ എഞ്ചിനാണ്, 1.5 ലിറ്റർ ആണ്. അവിടേക്ക് ഒരു റെന്റ് കാറായിട്ട് എടുത്തിരുന്നു, പക്ഷെ ആ ഒരു ഡ്രൈവിംഗ് ഒരു സുഖം തോന്നിയില്ല. XUV ചേട്ടന് ഷേപ്പ് അത്രയും ഇഷ്ടമില്ല. അപ്പോൾ ഇത് പിന്നെ കാണാനും ലുക്കാണ്, ഫുൾ ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ? ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറും ബുദ്ധിമുട്ടും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് അസിസ്റ്റ്, അതായത് കൊളിഷൻ വാർണിംഗ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ നോർമലി നമ്മൾ നമ്മുടെ ഒരു ഓടിക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സ്ലോ ചെയ്ത് ചിലപ്പോൾ അടുത്തെത്തുമ്പോൾ ഇവൻ കിടന്ന ഒച്ച ഉണ്ടാക്കും, ബ്രേക്ക് ചവിട്ടും. നമ്മൾ ആ ഒരു കംഫർട്ട് അതില്ലാത്ത വണ്ടിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്തിരി സമയം എടുക്കും അഡ്ജസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, ആദ്യമായിട്ട് വണ്ടിയിൽ കയറുന്ന ആൾക്കാരാണെങ്കിലും ഇതെന്താ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണേ. ശരിയാ, ശരിക്കും പറഞ്ഞാൽ വലിയ അപകടകാരിയും കൂടെ പല സമയത്തും ഈ സാധനം. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഞാൻ 1-2 വണ്ടികൾ ഓടിച്ചിട്ട് ഞങ്ങൾ എത്ര പേര് ചീത്ത വിളിച്ചെന്ന് അറിയുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വണ്ടി ബ്രേക്ക് ചെയ്യുന്നു. എന്നാൽ ശരിക്കും പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ള സമയമല്ല. സാധാരണഗതി ബ്രേക്ക് ചെയ്യേണ്ട സമയം, അല്ലെങ്കിൽ ഇതിനെ സെൻസ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. എനിക്കത് ഭയങ്കര പ്രശ്നമായിട്ട് എപ്പോഴും തോന്നുന്നുണ്ട്. അഡാസിൻ്റെ കാര്യത്തിൽ ഏറ്റവും വെറുക്കുന്നത് സത്യം പറഞ്ഞാൽ
അതാണെന്ന് പറയാം അല്ലേ. അതെനിക്ക് തോന്നിയത് ഇന്ത്യൻ റോഡുകൾ എന്ന് പറയുന്നത് നമ്മൾ എന്തും എപ്പോഴും സംഭവിക്കാവുന്ന റോഡുകളാണ്, പ്രത്യേകിച്ച് ബമ്പർ ടു ബമ്പർ നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പ്രയോഗിക്കപ്പെടുന്ന ഒരു സംഭവം ഇവിടെ എപ്പോഴും വണ്ടിക്ക് ആവശ്യം വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പക്ഷേ ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ലോങ് നൈറ്റ് ഒക്കെ പോകുമ്പോൾ വെരി ഹെൽപ്ഫുൾ. ഗുണമുണ്ട്, ലൈനൊക്കെ വിട്ടു പോകുമ്പോൾ അടിക്കണം, നമുക്ക് എപ്പോഴും വേക്കപ്പ് ആണ്. അതെ 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 ശരി. മൈലേജ് എന്ത് കിട്ടുന്നുണ്ടാവും? മൈലേജ് ഇപ്പോൾ ലാസ്റ്റ് ഒരു 17 കിട്ടി ട്രിവാൻഡ്രം പോയപ്പോൾ. ഞാൻ എൻ്റെ ഇപ്പോൾ ട്രാവൽ എനിക്ക് കൂടി 14-15 കിട്ടിയത്. കാരണം ഒന്ന് കണ്ണൂർ സൈഡ് പോകുമ്പോൾ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 15. അപ്പം നമ്മൾ കണ്ണൂരൊക്കെ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഹെവിനെസ്, ശരിക്കും വണ്ടിയുടെ ഹെവിനെസ് ഒക്കെ ഹൈവേയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അതില്ല. ലോങ് സ്പീഡിലൊക്കെ പോകുമ്പോൾ വണ്ടി കംഫർട്ടബിൾ ആണ്, അനക്കൊന്നുമില്ല. കുലുക്കവും ഷേക്കോ ഈ ഒരു ആട്ടം ഹെവിനെസ് അത് പ്രശ്നമില്ല, ഒന്നുമില്ല, സുഖമാണ്. പിന്നെ ടൗണിൽ മാത്രം ചിലപ്പോൾ ഈ സ്ലോ ടേൺ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ചെറിയ സ്റ്റിയറിംഗ് ടൈറ്റ്, അത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഇതെടുത്ത സമയത്ത് അത് പരിഗണിച്ചിരുന്നു? ഇല്ല, ഇലക്ട്രിക് നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് അത് ഇലക്ട്രിക്കിലേക്ക് ആ സമയമായിരുന്നാണോ? സത്യം പറഞ്ഞാൽ ഇലക്ട്രിക്കിനോടൊരു ഇപ്പോഴും ആ ഒരു കമ്പഷൻ എഞ്ചിനോട് ഒരു സ്നേഹമുള്ളതുകൊണ്ട് അതിലേക്ക് തന്നെ. പിന്നെ ഇപ്പോൾ വരുന്ന ഇലക്ട്രിക് വണ്ടികളാണെങ്കിൽ എല്ലാം എബവ് 30, നിയർ ടു 30. പിന്നെ ഉള്ളത് കോമ്പാക്റ്റ് ആണ്. കോമ്പാക്ട് നമുക്ക് കുറച്ചും കൂടി വലിയ വണ്ടിയാണ് നോക്കിയത്, അതുകൊണ്ട് ഇതിലേക്ക് തന്നെ വന്നു. പിന്നെ ടാറ്റ എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ പലരും ഉപദേശിച്ച് കാണും, സർവീസ് പ്രശ്നമുണ്ട് ഇല്ലേ? ഞാൻ 1-2 എൻ്റെ കസിൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ശരിക്കും ഉള്ളവർ. അവർ പറഞ്ഞത് വർക്കൊക്കെ കുഴപ്പമില്ല, ബട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു ക്വാളിറ്റി ചെക്ക് മാത്രമുള്ള ഒരു, ചിലപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തുണി അല്ലെങ്കിൽ പേപ്പർ ഇട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പേപ്പർ മര്യാദയ്ക്ക് വെച്ചിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വല്ല ഫീൽ ചെയ്തോ? ഇല്ല, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും സാരമില്ല എന്ന് തീരുമാനത്തേക്ക് എടുക്കായിരുന്നു. സർവീസ് അത് നമുക്ക് വേണമെങ്കിൽ സംസാരിച്ച് അവിടുത്തെ ഷോറൂമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇനി ഏതെങ്കിലും വണ്ടി മനസ്സിൽ കണ്ടിട്ടുണ്ട് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ കാണുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നിയിരിക്കുന്നത്? വോൾവോ XC40 ഒരു താല്പര്യപ്പെട്ട ഒരു ആണല്ലേ? വണ്ടിയുടെ ഷേപ്പും ആ ഒരു കോമ്പാക്ട്നെസ്സും അതൊരു ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ എത്ര കാലം ഉപയോഗിക്കും ഇനിയിപ്പോൾ? ഇതിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു 4-5 ഇയേഴ്സ്. ഒന്നാമത് ഡീസൽ എഞ്ചിനാണ്, സോ എന്തായാലും ലോങ് ടേം ഉണ്ടാവും. പിന്നെ മാറ്റാൻ ചിലപ്പോൾ കുശാക്കായിരിക്കും, എന്തെങ്കിലും ചേഞ്ചസ് വരാനും മാറ്റും. പക്ഷെ കുശാക്കും ശരിക്കും കംഫർട്ടബിൾ. 1 ലിറ്റർ എഞ്ചിനാണെങ്കിലും നല്ല പെപ്പിനെസ് എഞ്ചിനാണ്. ആ ഒരു ലാഗോ ഒന്നുമില്ല. ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർബോയുടെ ചെറിയ ലാഗ്, ബട്ട് അതും മാനേജബിൾ ആണ്. എന്നാലും വണ്ടിയെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വാഹനം ഓടിക്കുന്ന ആളാണെന്നാണ് ഇതുവരെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ രണ്ട് വാഹനങ്ങളും വളരെ കൃത്യമായിട്ടാണ് കമ്പയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഹാപ്പി മോട്ടറിങ്. താങ്ക് യു. ഏതായാലും ഇന്ന് എന്താ പറയുന്നത് 5 സ്റ്റാർ സേഫ്റ്റി ഒക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാര്യമായ രീതിയിൽ കണ്ണൂരൊക്കെ ഇപ്പോൾ കണ്ണൂരൊക്കെ കിട്ടില്ല മഴയായില്ലേ, ഹൈവേ അതൊക്കെ പൊളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗംഭീരമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കാലത്ത് ഇന്ത്യയിലെ കുടുംബങ്ങളുടെയും യുവാക്കളുടെ എല്ലാം ഹരമായിരുന്ന ഒരു വാഹനമാണിത്. ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഹരമായി തുടരുന്നു എന്നുള്ള മറ്റൊരു കാര്യം. പക്ഷേ ഈ ഷേപ്പിന് ആരാധകർ ധാരാളമുണ്ട്. ഇതിൻ്റെ VTEC വന്നപ്പോഴേക്കും പിന്നെ പറയാനുമില്ല. VTEC എന്നൊക്കെ പറയുന്നത് അന്നത്തെ വലിയ സ്പോർട്സ് കാറായിട്ടൊക്കെ മാറുകയായിരുന്നു അല്ലേ? അപ്പോൾ ഇതിപ്പോഴും ഇതുപോലെ സംരക്ഷിച്ച് നിർത്തുന്നത് വലിയൊരു പണിയുള്ള കാര്യമാണ്. കാരണം ഇത് ഏറ്റവും പുതിയ ഹോണ്ട സിറ്റിയെക്കാളും തിളങ്ങി കിടക്കുകയാണ് ഈ വാഹനം. ഇപ്പോൾ ഏത് മോഡലാണിത്? 2002. അപ്പം പരിചയപ്പെട്ടില്ലല്ലോ പേര്? അവിനാഷ്. എന്താ അവിനാഷ്? ബിസിനസ്സാണ്. ഇവിടെ തന്നെ കൊച്ചി? അതെ, ഡ്രൈ ക്ലീനിങ് ലോണ്ടറി. ശരി. അതാണ് ഇതിങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത്. അങ്ങനെ പറയാം. എന്തോ ചെയ്തിട്ടുണ്ടോ ഇതിൽ? ഷിമ്മറിൽ ഗ്രാഫീൻ ചെയ്തിട്ടുണ്ട്. ഷിമ്മറിലെ ഗ്രാഫീൻ. ഷിമ്മറിൽ ആദ്യമായിട്ട് ഗ്രാഫീൻ ചെയ്ത് എൻ്റെ വണ്ടി അതറിയോ? എൻ്റെ ബെൻസ് GL. ഞാൻ ചേട്ടൻ്റെ വ്ളോഗ് കാണാറുണ്ട്. ഞാൻ ഷിമ്മറിൽ നേരത്തെ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് കയറ്റിയത്. നേരത്തെ അത് അണ്ടർ ബോഡി കോട്ടിങ് വണ്ടി മാത്രമായിരുന്നു, നേരത്തെ വണ്ടിയായിരുന്നു. എന്നാലും ഗ്രഫീൻ അറിയാനുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. അത് കഴുകുന്നവർക്കാണെങ്കിലും വലിയ പണിയൊന്നും അങ്ങോട്ട്. അപ്പോൾ 2002 എന്ന് വെച്ചാൽ 22 വർഷം പഴക്കമുള്ള വണ്ടിയാണ് അല്ലേ? ഇത് എന്ത് ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ സൂക്ഷിക്കുന്നത്? ആക്ച്വലി ഞാനിത് എടുത്തിട്ടൊരു 5 മാസം ആവുന്നു. 6 മാസം ആവുന്നു. ഞാൻ ഡിസംബറിൽ ആണ് റിസ്റ്റോറേഷന് കയറ്റിയത്. അപ്പോൾ ആക്ച്വലി വണ്ടി എടുത്ത സമയത്ത് അത്യാവശ്യം തിരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോഡി പാനൽസ് അത്ര കുഴപ്പമില്ല, പക്ഷേ എൻജിൻ ക്വാളിറ്റി നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടി എടുത്തത്. റീസ്റ്റോർ ചെയ്ത് ഇങ്ങനെ ആക്കിയതാ? ഫുള്ള് റീസ്റ്റോർ ചെയ്താ. ഇവിടെ നെട്ടൂരിൽ മാർവലിലാണ് അതിൻ്റെ ബോഡി വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തത്, പെയിൻറ്റിങ്ങും എല്ലാം. പിന്നെ മെക്കാനിക്കൽ എല്ലാം ചെയ്തത് ആലുവയിൽ JDM, അവിടെ അഫ്സൽ എന്ന് പറഞ്ഞത് പുള്ളിയാണ് എല്ലാം. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുനടക്കാൻ മാത്രം ഇതിനെ ഇഷ്ടമായിരുന്നോ? ആക്ച്വലി ഇത് കുറേ നാളായിട്ട്
എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഞാൻ കറങ്ങി ഇത് വണ്ടി മേടിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എപ്പോഴും ഹോണ്ടയിലേക്ക് അല്ലെങ്കിൽ ടൊയോട്ടയിലേക്ക് വരും. അപ്പോൾ സിറ്റി VTEC ആയിരുന്നു എനിക്ക് വേണ്ടത്. പക്ഷെ VTEC നല്ല വണ്ടികളൊന്നും കിട്ടാനില്ല, ഉള്ളതൊന്നും കൊടുക്കത്തുമില്ല. അപ്പോൾ ഉള്ളതെല്ലാം അത്യാവശ്യം മോഡിഫൈ ചെയ്ത് ചിലപ്പോൾ നശിപ്പിച്ച് വെച്ചേക്കുന്ന കണ്ടീഷനിലേക്ക്. അങ്ങനെ പിന്നെ 1.5 നോക്കാൻ തുടങ്ങി. പിന്നെ അത് ഞാൻ വിട്ടായിരുന്നു. പിന്നെ ഞാൻ സിവിക്ക് മേടിച്ച് കുറച്ച് നാൾ ഉപയോഗിച്ചു. ഞാനത് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഈ സിറ്റി പിന്നെയും തലയിൽ കയറിയത് എൻ്റെ അനിയൻ എൻ്റെ കൂടെ 2 മാസം നിൽപ്പുണ്ടായിരുന്നു. അവൻ സിറ്റിയാണ്, സെയിം ടൈപ്പ് 2 1.5. അപ്പോൾ അത് അവൻ എൻ്റെ കൂടെ 1-2 മാസം ഉണ്ടായിരുന്നു. ആ 1-2 മാസം ഞാൻ അവന് വണ്ടി കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒന്ന്, അത് 2 സസ്പെൻഷൻ, ഓസം സസ്പെൻഷൻ. എനിക്ക് സംഭവം ഇരിക്കാനകത്ത് ലോവും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും എനിക്ക് വേറെ സെലേറിയും സാൻഡ്രോവും ഉണ്ട്, നമ്മുടെ പുതിയ സാൻഡ്രോ. എനിക്ക് തോന്നുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും പഴക്കമുള്ള ഈ വണ്ടിയുടെ സസ്പെൻഷൻ, അതും ഇത്രയും പഴക്കമായി. ഇതിൻ്റെ സസ്പെൻഷൻ ഇതിന് മുമ്പത്തെ ഓണർ പറഞ്ഞത് പുള്ളി ഇതുവരെ മാറ്റിയിട്ടുണ്ടായില്ല എന്നാണ്. അപ്പോൾ എനിക്കൊന്ന് ബാക്കിലത്തെ ഏതോ ഒരെണ്ണം മാറ്റിയിട്ടുണ്ട്, ബാക്കി 3 ആ ഫസ്റ്റത്തെ ആ സെയിം സാധനം. അപ്പോൾ അത് അഴിച്ച് സർവീസ് ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഓടുന്നു. അപ്പോൾ ഇത് എത്രാമത്തെ ഓണറായിരുന്നു? സെക്കൻഡ് ഓണർ. അതെ. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? ഞാൻ 160 170 അങ്ങനെ. റീസ്റ്റോർ ചെയ്യാൻ എത്ര രൂപയായി? അത് അത്യാവശ്യം ഇപ്പോൾ ഒരു പെയിൻറ്റിങ് മാത്രം ഒരു 90 ആയിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ വർക്കും അപ്പോൾസ്ട്രി ഓഡിയോ വർക്ക് എല്ലാം കൂടെ വണ്ടിയുടെ വില തന്നെ ആയിട്ടുണ്ട് കുറെ. പക്ഷെ ഒരിക്കലും ഇത് ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ വിറ്റാലൊന്നും അത്രയും പൈസ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത് ദീർഘകാലം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണോ? ആണ്. അത് എൻ്റെ കുറേ നാളിങ്ങനെ ഹോണ്ട വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് കൊണ്ട് നടക്കണം എന്നാണ്. പിന്നെ അറിയില്ല, ബിക്കോസ് ഇത് വണ്ടി എടുത്ത് റീസ്റ്റോർ ചെയ്തതിന് ശേഷം വൈഫ് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, വൈഫ് ഓസ്ട്രേലിയയിൽ പോയി. അപ്പോൾ ഇനിയും ഞാൻ പോകുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പോയി കഴിയുമ്പോൾ പിന്നെ എനിക്ക് വണ്ടി കൈമാറി എടുക്കുന്ന ഇഷ്ടമല്ല. അത്രയ്ക്ക് അറിയാവുന്ന ഇപ്പം ഞാനീ പറഞ്ഞ അനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രദറുണ്ട് വേറെ കാസം. അപ്പം അങ്ങനെ അറിയാവുന്ന ആൾക്കാർ വണ്ടി ഓടിക്കാവുന്നല്ലാണ്ട് വേറെ ആർക്കും വണ്ടി. അപ്പോൾ വണ്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് അറിയില്ല. അപ്പോൾ നോക്കാം, എന്തായാലും എനിക്ക് പോകാൻ സമയമുണ്ട്. എന്താണ് ഈ വണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം? എന്താണ്? സസ്പെൻഷൻ ആണ്. ശരി. ഭയങ്കര സ്മൂത്താണ് ഇപ്പോഴും. ഇപ്പോഴത്തെ ഹാച്ച് ബാക്സിൻ്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ജർമ്മൻ വണ്ടി പോളോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി പെടുന്നതല്ല. നമ്മുടെ ഈ ഒരു 7-8 ലാക്ക് അല്ലെങ്കിൽ 9 ലാക്കിനുള്ളിൽ വരുന്ന ഒരു ഇപ്പോഴത്തെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ സസ്പെൻഷൻ ഇസ് ടു ഗുഡ്. എഞ്ചിൻ എന്താണ് പറയുന്നത്? VTEC അല്ലല്ലോ, 1.5 ആണ്. എന്താണ് എഞ്ചിനെ പറ്റി പറയാനുള്ളത്? എഞ്ചിൻ ഇസ് ഗുഡ്. ഐ മീൻ നല്ല ചവിട്ടുമ്പോൾ കാല് കൊടുക്കുമ്പോൾ സാധനം പോകുന്നുണ്ട്. വേണമെന്നില്ല, VTEC വേണമെന്നില്ല. ബട്ട് ദെൻ VTEC ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. മൈലേജ് എങ്ങനെയുണ്ട്? എനിക്കൊന്ന് സിറ്റിയിൽ ഒരു 11-12 എല്ലാം കിട്ടും. അത്ര ഉണ്ടല്ലോ. ഡസ് ദ വർക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഓസ്ട്രേലിയ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണ് വരാൻ പോകുന്നത്. ഇന്ത്യയിലെ പോലെ അല്ലല്ലോ. ഏത് തരത്തിലുള്ള വണ്ടി മോഡിഫിക്കേഷൻ ആണെങ്കിൽ എങ്ങനെയും ചെയ്യാം, സ്വന്തം പേര് വരെ നമ്പറാക്കാം, അങ്ങനെ പല പല സാധ്യതകളിലേക്കാണ് തുറന്നത്. അപ്പോൾ എന്താണ് അവിടെ ചെന്നിട്ട് എന്ത് വാങ്ങിക്കണമെന്ന് വെറുതെ എങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ അവളോട് മേടിക്കാൻ പറഞ്ഞേക്കുന്നതും ഹോണ്ട സിവിക് അവിടെ ആണല്ലേ? ശരി. ഹോണ്ട മീൻസ് ഹോണ്ട ആക്ച്വലി ഞാൻ അവൾ സിവിക് ആയിട്ടെന്ന് പറഞ്ഞല്ലോ. ബട്ട് അവൾക്ക് ഞാൻ പറഞ്ഞു ഇത് വണ്ടി എടുക്കണം, ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നില്ല. അപ്പം തന്നെ എടുത്തു കഴിഞ്ഞ് വണ്ടി എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വയ്ക്കും, ഈ വണ്ടി കൊള്ളാം, പക്ഷേ ഇത് ഞാൻ അയക്കുന്ന എല്ലാം ഹോണ്ട ആയിരിക്കും. ഒന്നെങ്കിൽ സിവിക് ആയിരിക്കും, അല്ലെങ്കിൽ പഴയ മീൻസ് പുതിയ സിവിക് അല്ല, പഴയ സിവിക്, പിന്നെ സുബാറു WRX. അപ്പോൾ
2-3 വണ്ടികൾ ഇങ്ങനെ സാധനം വെച്ചിട്ടുണ്ട്, മനസ്സിലുണ്ട്. പക്ഷെ അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയുള്ളൂ എന്തായിരിക്കും. ശരി ശരി. അതെന്തായാലും അത് വലിയൊരു ഹോണ്ട ഫാൻ തന്നെയാണ്. ഇന്ത്യയിലും ഹോണ്ട, അവിടെ ചെന്നാലും ഹോണ്ട എന്ന് ഇപ്പം തന്നെ മനസ്സിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതും ഹോണ്ടയ്ക്ക് കിട്ടുന്ന വലിയൊരു ബഹുമതിയാണ് തീർച്ചയായിട്ടും. നമുക്ക് എങ്ങനെ വിശ്വസിക്കാവുന്നൊരു വണ്ടിയാണ് അല്ലേ? ഇതിപ്പോൾ ഇത്രയും പൈസ മുടക്കി ഇത് റീസ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എത്രത്തോളം പാഷനേറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ആ പാഷനൊരു ഹാൻഡ് ഷേക്ക് തരികയാണ്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അവിടെ ഓസ്ട്രേലിയ വെച്ചായിരിക്കും കാണാൻ പോകുന്നത്, സുബാരു ഒക്കെ ആയിട്ട് അല്ലേ? ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ താങ്ക് യു കേട്ടോ. താങ്ക് യു. ഈ ബജാജ് എന്ന് പറയുന്ന ഒരു 2 വീലർ കമ്പനി പണ്ട് ചേതക്കിൻ്റെ കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും അതിനുശേഷം ഏറ്റവും അധികം ലോക വിപണിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത് പൾസർ വന്നപ്പോഴാണ്. പൾസർ ബജാജിൻ്റെ എന്താ പറയുക ഒരു മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും കാണുന്നൊരു വാഹനമാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് പൾസറിൻ്റെ NS 200 എന്ന വേരിയൻറ്റ് അല്ലേ? അതിൻ്റെ ഓണറിനെയാണ്. നമസ്കാരം. നമസ്കാരം സാർ. പേര്? മനു. എന്ത് ചെയ്യുന്നു മനു? ഞാൻ ഇവിടെ കടാതൊരു സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു. ശരി ശരി. എത്ര വർഷമായി ഫോട്ടോഗ്രാഫി? ഒരു 6 വർഷമായി. അധികം വെഡിങ് ഫോട്ടോഗ്രാഫി ആണോ? അതെ അതെ. ചാനൽ ഫീൽഡിലായിരുന്നു. ചാനലിൽ നിന്ന് എന്താ കമ്പനിയുടെ പേരെന്താ? ഇപ്പം ആർട്ട് ഓഫ് ഫോക്കസ് സ്റ്റുഡിയോ. ആർട്ട് ഓഫ് ഫോക്കസ്. ശരി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം യാത്ര ഉണ്ടാകണമല്ലോ അല്ലേ? എൻ്റെ വീട് അടിമാലിയാണ്. അടിമാലിയാ? ശരി. അപ്പോൾ അടിമാലി കൊച്ചിയൊക്കെ സ്ഥിരം പോകുന്നുണ്ട്? എല്ലാ ആഴ്ചയിലും. എല്ലാ ആഴ്ചയും പോയി വരും. ശരി. ലോങ് ഡ്രൈവിന് വേണ്ടിയിട്ടാണ് മെയിൻ എടുത്തത്. എത്ര വർഷമായി ഇപ്പോൾ എടുത്തിട്ട്? ഇതിപ്പോൾ എടുത്തിട്ട് 4 വർഷമായി. അപ്പോൾ എന്താണ് പൾസർ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ? പൾസർ എന്ന് വെച്ചാൽ പണ്ടോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു, ഒരു ബ്രാൻഡായിരുന്നു. പിന്നെ ഇതിനോടൊരു ക്രൈസ് പണ്ടോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ വണ്ടി എടുത്തോ? അതെ അതെ. 2018 എടുത്തു. 6 വർഷമായി. 6 വർഷമായി. 6 വർഷത്തിൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഓടിക്കാണല്ലോ അടിമാലി കൊച്ചി 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്ര ഓടി. എന്നിട്ട് എങ്ങനെയുണ്ട് വണ്ടിയെ പറ്റി മൊത്തത്തിൽ അഭിപ്രായം? വണ്ടി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഇതിലുള്ളൊരു ഇതൊക്കെ തന്നെയാണ്. പക്ഷേ സർവീസിന്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് വളരെ ഒരു നെഗറ്റീവ് സംഭവമാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ ചെയ്തു തന്നിരുന്നു, എനിക്ക് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ അടുത്ത റീസെൻ്റ്ലി ഈ കഴിഞ്ഞിടയ്ക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ നമ്മുടെ ബജാജിൻ്റെ സർവീസ് സെൻ്ററിൽ പോയിട്ടുണ്ട്. ഏത് സർവീസ് സെൻ്ററാണ്? നമ്മുടെ വെണ്ണലയിലുള്ള പോപ്പുലർ ബജാജ്. അപ്പോൾ വണ്ടി വഴിയിൽ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഞാൻ വിളിച്ചു അവരെ, കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് വണ്ടി സാർ ഒരു കാര്യം അവിടെ നിന്ന് ടോയ് ചെയ്ത് കൊണ്ടുപോകാം, റെഡിയാന്ന് നോക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലാണ്. നമ്മളത് 20 മിനിറ്റ്സ് അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്തോളെ. അപ്പോൾ അവർ പറഞ്ഞു എന്താ പറയുക, വണ്ടി സാറേ വണ്ടി ഇപ്പം നോക്കാൻ പറ്റില്ല, ടൈം എടുക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാൻ നോക്കി, നമ്മുടെ ആവശ്യമാണോ. അപ്പോൾ നേരെ നോക്കാം, അവർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ രണ്ടാമത് ഒരു പയ്യൻ വന്നു, കൺസൾട്ടൻ്റെ എൻ്റെ പേര് ഞാൻ മറന്നു. പുള്ളി വന്നിട്ട് പറഞ്ഞു സാറേ വണ്ടി ഉടനെ ഒന്നും കിട്ടാൻ പോകണില്ല, സാറ് വണ്ടി ഇട്ടിട്ട് വേണേൽ പൊക്കോ, വണ്ടി ഉടനെ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. ശരി, ഭയങ്കര ഇഷ്ടമായി പോയി. നമ്മളങ്ങനെ വണ്ടി കൊണ്ടേ കൊടുത്ത് നോക്കാന്നെങ്കിലും പറയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണ്ട, വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും മാറ്റി ചെയ്യിച്ചോളാം. അപ്പോൾ അവർ പറഞ്ഞു സാർ അതൊക്കെ നോക്കണം, ടൈം എടുക്കുന്നു. ഓക്കെ, ഞാൻ വണ്ടി ഇട്ടിട്ട് പോകുന്നു, നമ്മുടെ നിവൃത്തിയിടതാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി എനിക്ക് തന്നത് അവർ. അതിനുശേഷം ഞാൻ പിന്നെ അവിടെ പോയില്ല. രണ്ടാമത് വണ്ടിയുടെ അന്ന് ഇറക്കിയപ്പോൾ തന്നെ വണ്ടിയുടെ ടോണിലൊക്കെ സൗണ്ട് വ്യത്യാസമുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ പോയി മറ്റേ തൃപ്പൂണിത്തുറയിൽ ഒരു സർവീസ് സെൻ്റർ സെയിൽസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ സർവീസ് സെയിൽസ് മാത്രമേ ഇപ്പോൾ പലയിടത്തും ഉള്ളൂ ബജാജിൻ്റെ. അപ്പം സർവീസ് ഉള്ളത് ഇപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് പിന്നെ വരുന്നത്. അങ്ങനെ തൃപ്പൂണിത്തുറ ചെന്നപ്പോൾ അവർ പറഞ്ഞു സാറേ അവർ തന്നെയാണ് ഇവിടെയും സർവീസിന് വരുന്നത്, അപ്പോൾ ഞങ്ങൾ തിരക്കുള്ളപ്പോൾ അവിടെ നിന്ന് വിളിക്കും, സാർ ഒരു കാര്യം ചെയ്യും, വണ്ടി അവിടെ തന്നെ കൊണ്ടു കൊടുക്കുന്നു. അവിടെ നിന്ന് വന്നിട്ട് ഓടിപ്പിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഓട്ടം പരിപാടികളൊക്കെ. ശരി, അതെന്താണെന്ന് അറിയില്ല. കാരണം വെച്ചാൽ പോപ്പുലർ നമ്മളുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളൊരു കമ്പനിയാണ്. സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹ്യുണ്ടായി ആണെങ്കിൽ ഏറ്റവും സൽപ്പേരുള്ള ഒരു കമ്പനിയാണ്. അവർ നല്ലതായിരുന്നു, ഞാൻ ഇതിന് മുമ്പ് ചെയ്തതെന്നല്ല, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അവിടുത്തെ സ്റ്റാഫുകളും അത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ ഇവിടെ അവിടെ ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമ്മുടെ ഇളംകുളത്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവരിപ്പോൾ ക്ലോസ് അവിടെ സെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവിടുത്തെ ഇപ്പോൾ 1-2 വ്യക്തികളുടെ പേരിലായിരിക്കും ഇപ്പോൾ ഒരു ചീത്തപ്പേര് വന്നിരിക്കുന്നത്. കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രശ്നമല്ല, അത് തീർച്ചയായിട്ടും പരിഗണിക്കണം. കമ്പനി നല്ലതാണ്. അവരുടെ കോൺടാക്ട് ചെയ്തപ്പോൾ സംസാരിച്ച സാറുണ്ട്, ആ സാറൊക്കെ വളരെ നീറ്റായിട്ട് വണ്ടി അവിടെ നിന്ന് വിട്ടു തരണമെന്ന് വരെ ചോദിച്ചു. നല്ല സാറായിരുന്നു. പക്ഷേ അവിടുത്തെ സ്റ്റാഫുകളാണ്, അതായത് ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് അപ്പോൾ എന്തായാലും പോപ്പുലർ ശ്രദ്ധിക്കണം. കാരണം ഏറ്റവും സൽപ്പേരുള്ള ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള ചെറിയ ചീത്തപ്പേര് പോലും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് എങ്ങനെയുണ്ട് മൈലേജ് ഒക്കെ? എങ്ങനെയുണ്ട്? മൈലേജ് ഒരു കുറവാണ്, 25-30 മാക്സിമം കിട്ടുന്നുണ്ട്. ഇത്രയും വർഷം ആയതുകൊണ്ടാട്ടോ ഓടിക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുണ്ട്. എന്തെങ്കിലും കാര്യമായ കംപ്ലയിൻസ് വന്നിട്ടുണ്ടോ? കാര്യമെന്ന് വെച്ചാൽ ഇപ്പം HC കോയിൽ എന്നൊരു കോയിൽ മാറി. പിന്നെ നേരത്തെ അതിൻ്റെ ഒരു എന്താ പറയുക, ഈ വാൽവിൻ്റെ സൈഡിൽ നിന്ന് പ്രശ്നം ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി. വേറെ അധികം പ്രശ്നം ഈ വണ്ടിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല.
എന്തായാലും ഇത്രയും കാലം അല്ലേ 60,000 കിലോമീറ്റർ അധികം ഓടിയല്ലോ. ഓടി വണ്ടിയാണ്. ഓടി. പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ സർവീസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മനംമടുപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വണ്ടി 60,000 ഓടിയും കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായ ഒരു മാറ്റത്തിനുള്ള സാധ്യത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്താണ് മനസ്സിൽ റോയൽ എൻഫീൽഡ് തന്നെയാണ്. അതും എനിക്കിപ്പോൾ ഭയങ്കര റീസെൻ്റ്ലി ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ബുള്ളറ്റ് ഒരെണ്ണം നോക്കാന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ്. എങ്കിലും ഇത്തരത്തിലുള്ള പെർഫോമൻസ് ബൈക്ക് അല്ലല്ലോ അത്. അതിൽ പ്രശ്നം വരികയല്ലേ, പടപട അടിച്ചിങ്ങനെ പോകണ്ടേ? അത് ഇപ്പോൾ ഒരു മൈൻഡ് മാറി തുടങ്ങി. കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് പോവാം എന്നുള്ള രീതിയിലൊരു തോന്നലുണ്ട്. പിന്നെ എന്താ പറയാ, കുറെ ഓടിച്ചത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഹാർലി ആയാലും ട്രയംഫ് ആയാലും അവരുടെയൊക്കെ ഏതാണ്ട് ഒരു 2 ലക്ഷം രൂപയുടെ ബൈക്കുകൾ വന്നു തുടങ്ങിയ ഒരു സമയമാണല്ലോ. അത് നോക്കാൻ ഉദ്ദേശിച്ചു. ട്രയംഫ് എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും ആ ഒരു പേടിയാണ് അതിന്റെ. നമുക്ക് ബുള്ളറ്റ് ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങും, അത്യാവശ്യം ലോങ് ഡ്രൈവും എല്ലാം പോകാലോ. അതുകൊണ്ട് പിന്നെ നോക്കാൻ വെച്ചാൽ. അപ്പോൾ എന്തായാലും പൾസറിന്റെ കാര്യത്തിൽ ആസ് എ വെഹിക്കിൾ വളരെ ഹാപ്പിയാണ്. 100% ഹാപ്പിയാണ്. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരാൾ പൾസർ വാങ്ങിക്കാൻ വന്നാൽ ഓക്കെ വാങ്ങിച്ചോ എന്ന് പറയുമോ? ഞാൻ വണ്ടി എടുക്കാൻ പറയും. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയിൽ ഇവിടുത്തെ ഷോറൂമിൽ കൊടുത്ത ഒരു ബുദ്ധിമുട്ടാണ്. എടുക്കാൻ നേരത്തെ നല്ല ഹാപ്പിയായിട്ട് സംസാരിക്കും. നമ്മൾ അതിനുശേഷം ഒരു സർവീസായിട്ട് ചെല്ലുമ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി. ഇപ്പം റീസെൻ്റ്ലി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇനി സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ പാടാണ്. കാരണം ഈ ഒരു നെഗറ്റീവ് മാറ്റി എടുക്കണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. പൾസറിൻ്റെ അടുത്ത് റീസെയിൽ വാല്യൂ എങ്ങനെയുണ്ട്? നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും വലിയ താമസമില്ലാതെ ഇത് എന്തായാലും അത് തന്നെ ബുള്ളറ്റ് ഓർഡർ എടുക്കാനാണ് പ്ലാൻ. നിൽക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ അടിമാലിയൊക്കെ സ്ഥിരം പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ബൈക്കിൻ്റെ ഒരു സാധ്യതയില്ല. അത് നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രിക് ഉണ്ട്, പക്ഷേ കണ്ടിരുന്നു. ഞാൻ ഒരു ടെസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് ഇങ്ങനെ ഗിയർ മാറി ഓടിച്ച് ശീലിച്ചതുകൊണ്ട് ശബ്ദങ്ങളൊക്കെ വേണം. ആ ഒരു ശബ്ദവും ഇതൊക്കെ ഒരു ഇഷ്ടമാണ്. അതെ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ സംസാരിച്ച ആരും ഇലക്ട്രിക് വണ്ടി പിടിച്ചില്ല കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് എല്ലാവരും സമയമായില്ലെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കമ്പസ്റ്റൻ എഞ്ചിനുള്ളതാണ് നല്ലത് എന്നൊക്കെയുള്ള അവസ്ഥ പറഞ്ഞാൽ ആരും ശരിയാണ് ഞാനത് എടുക്കുമെന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആൾക്കാർ കുറച്ചു കാലം കഴിയട്ടെ മട്ടിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും പോപ്പുലറിൽ നിന്നും ഒരു മറുപടി ഉണ്ടാവും. അത് കാരണം പോപ്പുലറിനെ പറ്റി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അവരിതൊരു പരിഗണിക്കും ഈ ഒരു പരാതി എന്നുള്ളത് സംശയമില്ല. നല്ല സർവീസാണ്, ഞാൻ മോശം പറയുന്നതല്ല കേട്ടോ. ഇനി അവർ നന്നായി കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമർ അവർക്ക് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഹാപ്പി മോട്ടറിങ്. ബുള്ളറ്റ് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുമ്പോൾ നിങ്ങളെ ഓർപ്പിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് 55,555 രൂപയ്ക്ക് 5 ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി ടൂർ മാക്സ് നൽകുന്നൊരു പാക്കേജാണ്. അതുകൂടാതെ നിങ്ങളൊരാൾക്ക് നറുക്കിട്ട് തായ്ലൻഡിൽ പോകാനുള്ള ഒരു സൗജന്യ സമ്മാനവും കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു കാര്യമുള്ളത് കമൻറ്റ് ഓഫ് ദ വീക്കാണ്. റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻ്ററാണ് നമ്മളോടൊപ്പം ചേർന്നിട്ട് നിങ്ങൾക്കായിട്ട് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത് ആഴ്ചയിൽ ഒരിക്കൽ. റോഷോയെ പറ്റി പറയുകയാണെങ്കിൽ റോഷോ എറണാകുളത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. എൻ്റെ BMW അവിടെയാണ് റാപ്പ് ചെയ്തത്. അപ്പോൾ റാപ്പിങ്, അതുപോലെ തന്നെ ഗ്രാഫീൻ കോട്ടിങ്, PPF അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇൻറ്റീരിയർ ക്ലീനിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും, ഇൻറ്റീരിയർ ക്ലീനിങ് അല്ല കേട്ടോ, ഡീറ്റെയിലിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്തിരുന്ന സ്ഥാപനമാണ് റോഷോ. അപ്പോൾ റോഷോ ഇവിടെ കാക്കനാട് മാവേലിപുരത്താണുള്ളത്. അപ്പോൾ റോഷോ ആണ് നമ്മളൊപ്പം ചേർന്ന് 2000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. അപ്പോൾ റാപ്പിഡ് ഫെയർ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.